ഇന്ന് രാത്രി കർത്താവിന്റെ മനസ്സൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് എത്ര പേർക്ക് താല്പര്യമുണ്ടോ? അവരുടെ മുമ്പിൽ കർത്താവ് തന്റെ മനസ്സ് തുറക്കാൻ പോവുക. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, നിങ്ങളുടെ തലമുറയെക്കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ച്, നിങ്ങളുടെ ഭൗതിക വിഷയത്തെക്കുറിച്ച്, നിങ്ങളുടെ ആത്മീയ തലത്തെക്കുറിച്ച്, നിങ്ങളുടെ ആയുരാരോഗ്യത്തെക്കുറിച്ചുള്ള കർത്താവിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഇന്ന് രാത്രി എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് താല്പര്യമുള്ളവരുടെ മേൽ ദൈവം തന്റെ മനസ്സ് തുറക്കുന്ന രാത്രിയാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവിന്റെ മനസ്സറിയാൻ ഒക്കത്തില്ല. അറിയണമെങ്കിൽ ഈ പുസ്തകത്തിൽ ചില കാര്യം പറയുന്നുണ്ട്, അതനുസരിക്കണം. നമുക്ക് ഓടിച്ച് വായിക്കാം. യിരെമ്യാവിന്റെ പുസ്തകം എടുക്കാം, 5-ാം അധ്യായം 3-ാം വാക്യം. യഹോവേ, നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്? നീ അവരെ അടിച്ചുവെങ്കിലും അവർക്ക് വേദനപ്പെട്ടില്ല, നീ അവരെ ക്ഷയിപ്പിച്ചുവെങ്കിലും ബോധം കൈക്കൊള്ളുവാൻ അവർക്ക് മനസ്സിലായിരുന്നു. അവർ തങ്ങളുടെ മുഖത്തെ പാറയേക്കാൾ കടുപ്പമാക്കി മടങ്ങി വരുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. ഒന്ന്, മനസ്സുകൊണ്ട് മടങ്ങി വരുന്നവരുടെ മുമ്പിലാണ് ദൈവം തന്നെ മനസ്സ് തുറക്കുന്നത്. ആദ്യകാലത്ത് വിശ്വാസത്തിലേക്കും വിശുദ്ധിയിലേക്കും ആത്മനിറവിലേക്കും ആരാധനയിലേക്കും വചനത്തിനധിഷ്ഠിതമായ ക്രിസ്തീയ ജീവിതത്തിലേക്കും ഐക്യതയുടെ മാനദണ്ഡത്തിലേക്കും ആര് മനസ്സുകൊണ്ട് മടങ്ങി വരുമോ അവരുടെ മുമ്പിലാണ് ദൈവം മനസ്സ് തുറക്കുന്നത്. യിരെമ്യാവിന്റെ പുസ്തകം എടുക്കാം, 17-ാം അധ്യായം 5 വാക്യം. മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലും വരണ്ട പ്രദേശത്തും നിവാസികളില്ലാത്ത ഉവർനിലത്തും പാർക്കും. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും വില വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കുമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെങ്കിൽ ഇന്ന് രാത്രികാലം അവനവൻ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് പിഴച്ചുപോയ പാകപ്പിഴകളെ ഏറ്റുപറഞ്ഞ് തെറ്റിപ്പോയി പറ്റിപ്പോയി എന്ന കുറ്റസമ്മതത്താൽ ഈ രാത്രി മനസ്സുകൊണ്ട് മടങ്ങി വരാൻ തയ്യാറായാൽ ദൈവം തന്റെ മനസ്സ് തുറക്കുന്ന രാത്രിയാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്ന്, മനസ്സുകൊണ്ട് മടങ്ങി വരണമെങ്കിൽ ആ മേഖലയിൽ ഒരു മടങ്ങി വരവ് ആവശ്യമാണ്. 2 വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 19-20 വാക്യം. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. മറുത്തു മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിനിരയാകും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്യണം. 2, മനസ്സ് വെച്ച് കേട്ടതനുസരിക്കണം. പെന്തിക്കോസ്ത് കോളത്തിൽ ഒരൊറ്റ കേടയുള്ളത്, എന്റെ പേര് അനുസരണക്കേട്. പ്രൈസ് ദി ലോർഡ്. ഭാര്യ ഭർത്താവിനെ ജീവിതത്തിൽ അനുസരിക്കുകയില്ല. മക്കൾ അമ്മയപ്പന്മാരെ മരണം വരെ അനുസരിക്കത്തില്ല. വിശ്വാസികൾ ദൈവദാസന്മാരെ കർത്താവിന്റെ വരെ അനുസരിക്കുകയില്ല. അങ്ങനെ പെന്തിക്കോസ്ത് കോളത്തിൽ ഒരൊറ്റ കേടയുള്ളത്, അതിന്റെ പേര് അനുസരണക്കേട്. വേറെ എല്ലാം കൊണ്ട് തികഞ്ഞ കിടക്കുക. വസ്തുവുണ്ട്, വീടുണ്ട്, കാറുണ്ട്, ആമേൻ, എല്ലാം ഉണ്ട്. പക്ഷെ ഒന്നില്ല, അനുസരണമില്ല പെന്തിക്കോസ്തിനകത്ത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ ചോദിക്കട്ടെ, പെന്തിക്കോസുകാർ ആഭിചാരം ചെയ്യുവോ? ചെയ്യത്തില്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ ചെയ്യുമെന്ന് ഞാൻ തെളിയിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 15-ാം അധ്യായം 22 വാക്യം വായിക്കുമ്പോൾ ശമൂവേൽ പറഞ്ഞത് എന്തെന്നാൽ, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളിലും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളിലും നല്ലത്. മത്സരം ആഭിചാരദോഷം പോലെയെന്നാ. അപ്പോ വേദപുസ്തകം പറയുക, ഞാൻ പറഞ്ഞതല്ല. മത്സരം ആഭിചാരദോഷം പോലെയാ. ഭാര്യ ഭർത്താവിനോട് മത്സരിച്ചാൽ അതിന്റെ പേര് ആഭിചാരമെന്നാ. എടി ഒരു ഗ്ലാസ് കട്ടൻ ചായ ഇടാൻ പറഞ്ഞ എനിക്കിപ്പോ ദൗര്യമില്ല, താൻ വേണം ഇട്ട് കുടിച്ചോളാൻ പറഞ്ഞാൽ അതിന്റെ പേര് ആഭിചാരമെന്നാ. മനസ്സിലാക്കുന്നവർക്ക് അത് ദൈവത്തെ സ്തുതിക്കുക. മക്കൾ അമ്മയപ്പന്മാരോട് അനുസരണക്കേട് കാണിച്ചാലും അതിന്റെ പേര് ആഭിചാരമെന്നാ. വിശ്വാസികൾ ദൈവദാസന്മാരോട് അനുസരണക്കേട് കാണിച്ചാലും അതിന്റെ പേര് ആഭിചാരമെന്ന് തന്നെ. അങ്ങനെയെങ്കിൽ വൈകിട്ട് 7:30 യോഗത്തിന് വരുന്നതിന് മുമ്പേ കിൻഡൽ കണക്കിന് ആഭിചാരം ചെയ്ത അങ്ങോട്ട് വന്നേക്കുന്ന. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായവർക്ക് ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം. 2, മനസ്സ് വെച്ച് കേട്ടതനുസരിക്കണം. 3 വായിക്കാം. റോമാലേഖനം 12-ാം അധ്യായം 1 വാക്യം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ പൊറപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മനസ്സറിയണമോ? മനസ്സ് പുതുക്കണം. പ്രൈസ് ദി ലോർഡ്. ചിലര് പറയും, എന്റെ പഴയ സ്വഭാവം എന്നെ കൊണ്ട് എടുപ്പിക്കരുത് കേട്ടോ. അതിന്റെ അർത്ഥം പഴയതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല, ഭിത്തി തൂക്കിയിട്ടുണ്ട്, ആവശ്യം വന്നാൽ ഞാൻ എടുക്കും, എന്നെ കൊണ്ട് എടുപ്പിക്കരുത്. പറഞ്ഞതിന്റെ അർത്ഥം അതാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിക്കാലം മനസ്സ് പുതുക്കുന്നവന്റെ മേൽ ദൈവകൃപ പുതുക്കി വരും. സ്വന്തം യെശയ്യാവിന്റെ പുസ്തകം എടുക്കാൻ 40-ാം അധ്യായം 28 വാക്യം. നിനക്കറിഞ്ഞുകൂടയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമല്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി കൊടുക്കുകയും ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ബാല്യക്കാരുടെ വീഴും യവൻ
യൗവനക്കാർ ക്ഷീണിച്ചു തളർന്നു പോകും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു പറന്നുയരും. പ്രൈസ് ദി ലോർഡ്. മനസ്സ് പുതുക്കിയുള്ള ഗുണം എന്നാണെന്നറിയാമോ? നിന്റെ മേൽ ദൈവശക്തി പുതുക്കി വരും. പ്രൈസ് ദി ലോർഡ്. ദൈവകൃപയുടെ പുതുക്കം നിന്റെ മേൽ വെളിപ്പെട്ടു വരും. ആമേൻ. പെന്തിക്കോസ്ത് ഗോളത്തിൽ പിച്ചവെച്ച കാലം മുതലേ പ്രവാചകന്മാരുടെ വായ്വഴിയാൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറഞ്ഞ പ്രവാചക ദൂതുകൾ ഇന്ന് രാത്രിക്കാലം മനസ്സ് പുതുക്കാൻ തയ്യാറായാൽ ആമേൻ, ഈ രാത്രി അത് പുതുകി വരുന്ന രാത്രിയാ. അത് വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പൊ 3 മനസ്സ് പുതുക്കി നമ്മുടെ മുമ്പിൽ ആ ദൈവം മനസ്സ് തുറക്കുന്നത്. 4 വായിക്കാം. 62 സങ്കീർത്തനം 10 വാക്യം. പീഡനത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ മയങ്ങിപ്പോകരുത്, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. പെന്തിക്കോസുകാർക്കെല്ലാം പറ്റിപ്പോയ വലിയ തെറ്റ് 10 പുത്തനുണ്ടായതാ. പുത്തൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കാശുണ്ടായതാ. ഇവിടുത്തെ ഭാഷ പറഞ്ഞാൽ കേടിയുണ്ടായതാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അതുണ്ടായതാ കുഴപ്പം. പ്രൈസ് ദി ലോർഡ്. പണ്ട് ഓലപ്പരയ്ക്കകത്ത് കിടന്നപ്പോൾ ആത്മനിറവുണ്ടായിരുന്നു, ആരാധന ഉണ്ടായിരുന്നു, യോഗം വെച്ച വരുമായിരുന്നു, അത് നേരത്തെ വരുമായിരുന്നു. വന്നാ പുസ്തകം കൊണ്ടുവരുമായിരുന്നു. കൊണ്ടുവന്ന പുസ്തകം തുറക്കുകയും വായിക്കുകയും പ്രസംഗിച്ചു കേൾക്കുകയും ചെയ്യുമ്പോൾ ഏറ്റെടുക്കും, അനുദപിക്കും, കരയും, ആമേൻ, ആരാധിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കെ വള്ളി നിക്കറിട്ടുണ്ടെന്ന് ആമേൻ നടന്ന ചെറുക്കൻ കടല് കിടന്ന കാപ്പണം വീട്ടിൽ കൊണ്ടുവന്ന് വീടിന്റെ മൂലയ്ക്ക് 4 ടൈൽസ് ഇട്ട് കഴിഞ്ഞപ്പോ ഇപ്പൊ പെന്തിക്കോസുകാരനല്ല, അഹങ്കാരത്തിന്റെ കുത്താ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിക്കാലം ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. സമ്പത്ത് തന്നത് ദൈവമാണെങ്കിൽ തന്നതുപോലെ തിരിച്ചെടുക്കാനും ദൈവത്തിന് അറിയാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മനസ്സിലാക്കുന്നവർക്ക് ആ ദൈവത്തെ സ്തുതിക്കുക. നിന്റെ സമ്പത്ത് കണ്ടുകൊണ്ട് ദൈവസേനയിൽ കിടന്ന് അഹങ്കരിക്കരുത്, ആലയത്തിൽ കിടന്ന് വിളയരുത്, അഭിഷക്തന്മാർക്കും അവിടെ ശുശ്രൂഷിക്കുന്നവരെ വിരല് ചൂണ്ടരുത്. സമ്പത്ത് തന്നത് ദൈവമാണെങ്കിൽ തന്നതുപോലെ തിരിച്ചെടുക്കാനും ദൈവത്തിനറിയാം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായവർക്ക് ആ ദൈവത്തെ സ്തുതിക്കുകയാ. ആമേൻ. അങ്ങനെയെങ്കിൽ സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. ആമേൻ. ഇനി 108 സങ്കീർത്തനം അതിന്റെ 1 വാക്യം. ആമേൻ. ദൈവമേ, എന്റെ മനസ്സുറച്ചിരിക്കുന്നു, ഞാൻ പാടും, എന്റെ മനം കൊണ്ട് ഞാൻ കീർത്തനം പാടുമെന്ന. ആമേൻ. കർത്താവിന്റെ മനസ്സറിയണോ? ഉറച്ച മനസ്സുകൊണ്ട് പാടണം. പ്രൈസ് ദി ലോർഡ്. 25 സങ്കീർത്തനം 15 വാക്യം. എന്റെ കണ്ണെപ്പോഴും യഹോവയിലേക്കാകുന്നു, അവൻ എന്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കുമെന്ന. സങ്കീർത്തനക്കാരന്റെ മുമ്പിൽ ശത്രു വല വിരിച്ചു. ആ വല കണ്ടപ്പോഴേ അവന്റെ അന്തരാത്മാവ് അന്താളിച്ചു പോയി. അവനെ അടിമുടി വിറയ്ക്കാൻ തുടങ്ങി. അവൻ ആ വലയിലേക്ക് ഒന്ന് നോക്കി, ഒന്നുറപ്പിച്ചു. മരണമകലെയല്ല, കാച്ചോട്ടുണ്ട്. പക്ഷേ ആ വല കണ്ടവൻ പരിഭ്രമചിത്തനായിരിക്കുമ്പോൾ ആമേൻ, അവൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നോക്കി ആമേൻ ഇങ്ങനെ പാടി. ആമേൻ. എന്താണെന്നറിയാമോ? 57 സങ്കീർത്തനം അതിന്റെ 6ഉം 7ഉം വാക്യം. അവർ എന്റെ കാലടികൾക്കൊരു വല വിരിച്ചു, എന്റെ മനസ്സിടിഞ്ഞിരിക്കുന്നു. അവർ എന്റെ മുമ്പിൽ ഒരു കുഴി കുഴിച്ചു, കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീണു, എന്റെ മനസ്സുറച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിനക്കും നിന്റെ കുടുംബത്തിനും തലമുറയ്ക്കും വിരോധമായി പിശാചും മനുഷ്യനും മന്ത്രവാദികളും ചേർന്ന് വിരിച്ച വല സ്വർഗം ഈ രാത്രി കീറിക്കളയുമ്പോൾ ഇന്ന് രാത്രി നീ വായടച്ചു മൗനമായിരിക്കരുത്. മറിച്ച് ദൈവം നടത്തിയ വിടുതലോർത്ത്, ദൈവം ഈ മരുഭൂമിയിൽ സൂക്ഷിച്ച വിധമോർത്ത് അവൻ ഒരു രാത്രി കിടന്നുറങ്ങി പ്രഭാതത്തിൽ ആരോഗ്യത്തോട് ഉണർന്നെഴുന്നേറ്റ് ഈ രാത്രി യോഗത്തിൽ വരാൻ നിന്നെ ബലപ്പെടുത്തിയ ദൈവത്തിന്റെ സന്നിധി വായ്പൂട്ടിയിരിക്കരുത്. മറിച്ച് അധരം തുറന്ന് ഹൃദയം നിറഞ്ഞ് അവനെ ആരാധിക്കാൻ ഇന്ന് രാത്രി അവന്റെ സന്നിധിയിൽ പാടുന്നവർക്കായി അവൻ തന്നെ മനസ്സു തുറക്കുന്ന രാത്രിയാ. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം എടുക്കാം. 18 അധ്യായം 1 വാക്യം. അവൻ ശൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു. ഇനി ഫിലിപ്പിയ ലേഖനം 2 അധ്യായം 2 വാക്യം. നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ടെന്ന. 7 പോയിന്റാ പറഞ്ഞത്. എല്ലാം പറഞ്ഞ് പ്രസംഗിക്കാൻ സമയമില്ല. 1 മനസ്സുകൊണ്ട് മടങ്ങി വരണം. 2 മനസ്സ് വെച്ച് കേട്ടനുസരിക്കണം. 3 മനസ്സ് പുതുക്കണം. 4 സമ്പത്തിൽ നിന്ന് മനസ്സ് മാറ്റണം. 5 ഉറച്ച മനസ്സുകൊണ്ട് പാടണം. 6 മനസ്സുകൊണ്ട് പറ്റിച്ചേരണം. 7 ഏക മനസ്സുള്ളവരായിരിക്കണം. ഈ 7 കാര്യം ചെയ്യുമ്പോൾ കർത്താവ് തന്റെ മനസ്സ് തുറക്കും. അങ്ങനെ തുറന്നാൽ നമുക്കെന്താ ഗുണം? എന്തെങ്കിലും ഗുണമുണ്ടോ? ആ ഗുണമുണ്ടല്ലോ. 126 സങ്കീർത്തനം എടുക്കാം. അതിന്റെ 1-ാമത്തെ വാക്യം. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നെന്ന്. ഇന്ന് രാത്രി ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ഈ ദൂതിന്റെ അർത്ഥവത്തായ ആഴം തിരിച്ചറിഞ്ഞ് ഉൾത്തടത്തിൽ അതിനെ ഏറ്റെടുക്കുന്നവരോട് ഞാനൊരു കാര്യം പറയാം. നിന്റെ ജീവിതത്തിൽ സ്വപ്നത്തിൽ നടക്കത്തില്ലെന്ന് പിശാചും മനുഷ്യനും മന്ത്രവാദികളും ചേർന്ന് വിധി എഴുതി തള്ളിയ വിഷയത്തിന്മേൽ ഈ രാത്രി അവൻ ദൈവം വിടുതലയക്കാൻ പോകുകയാ. അതിനകത്ത് ദൈവകരം ചലിക്കുന്ന രാത്രിയായി മാറാൻ പോകുന്നു. സ്തോത്രം.
ആമോസിന്റെ പുസ്തകം എടുക്കാം. ആമോസിന്റെ പുസ്തകം പുതിയ നിയമത്തിൽ നോക്കിയാൽ ആമോസ് കാണത്തില്ല, പഴയ നിയമത്തില പറഞ്ഞേക്കാം. ആരും പുതിയ നിയമത്തിൽ തപ്പരുത്. ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം. യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യമൊക്കെയും വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ലല്ലോ എന്നാ. ദൈവം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനിരിക്കുന്നെങ്കിൽ പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തും, അല്ലാതെ ഒരു കാര്യവും ദൈവം ചെയ്യത്തില്ല. എന്നാൽ ഒരു ദേശത്ത് പ്രവാചകനില്ല, പ്രവാചക ശബ്ദം കേൾക്കാനില്ല. ദൈവത്തിന് ഒരാളോട് ഡയറക്റ്റ് സംസാരിക്കണം. എന്താണ് അതിനൊരു മാധ്യമം? നിങ്ങളോടൊക്കെ ദൈവം സംസാരിച്ചിട്ടുണ്ടോ? മിണ്ടുന്നില്ല. ഞങ്ങളുടെ കയ്യിലിരിപ്പ് ശരിയല്ലേ മാർഷ, പിന്നെ എങ്ങനെ സംസാരിക്കാനാ? അങ്ങനെയാണോ? സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഒരു പ്രവാചകനില്ലാതെ, ഒരു പ്രവാചകന്റെ ഇടനിലയില്ലാതെ ഒരു മനുഷ്യനോട് ദൈവത്തിന് ഡയറക്റ്റ് സംസാരിക്കാൻ ഒരു മാധ്യമമുണ്ട്. അതായത് ആ മാധ്യമം എന്ന് ചോദിച്ചാൽ ഇയ്യോബിന്റെ പുസ്തകം എടുക്കാം. 33-ാം അധ്യായം അതിന്റെ 14-മുള്ള വാക്യം അവിടെ വായിക്കുന്നു. 1-2 വട്ടം ദൈവം അരുളി ചെയ്യുന്നു, മനുഷ്യനത് കൂട്ടാക്കുന്നില്ല താനും. ഗാഢനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ, അവർ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ, സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്ന. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രവാചകനുമില്ലാതെ ദൈവത്തിന് നിന്നോട് ഡയറക്റ്റ് സംസാരിക്കാൻ ഏറ്റവും നല്ല മാധ്യമം സ്വപ്നമാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവം എന്നോട് സ്വപ്നത്തിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവർക്ക് കരം ഉയർത്താം. പ്രൈസ് ദി ലോർഡ്. ചിലരൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട്, ആന കുത്താൻ വരുന്നു, പിന്നെ പട്ടി കടിക്കാൻ വരുന്ന, നേരം വിളക്കുന്നവരെ പട്ടി ഇട്ട് ഓടിക്കുക. അവസാനം വീട്ടുകാരും പറഞ്ഞു എഴുന്നേറ്റ് ഓടിയെന്ന് പറഞ്ഞു. കാരണം 8:30 വിട്ടും കട്ടിലേന്ന് എഴുന്നേറ്റില്ല. എഴുന്നേറ്റ് ഓടിയെന്ന് പുള്ളി പറഞ്ഞതുകൊണ്ട് ഭാഗ്യം. അല്ലെ പട്ടി കടിക്കുന്ന കണ്ട് കട്ടിലേന്ന് ഉണ്ടക്കരണം വീണ് തലയും പൊട്ടി കൈ ഒടിഞ്ഞ് ആകെ പ്രശ്നമാണ്. ആജാതി സ്വപ്നമല്ല. നാളെ നിങ്ങളുടെ വീട്ടിൽ എന്ത് നടക്കുമെന്ന് ഇന്ന് രാത്രി ദൈവം സ്വപ്നത്തിൽ സംസാരിക്കും. അനർത്ഥമാകട്ടെ, അപകടമാകട്ടെ, മരണമാകട്ടെ, വിരുന്നാകട്ടെ, യാത്രയാകട്ടെ, എന്തുമാകട്ടെ, നിന്റെ വീട്ടിൽ നാളെ എന്ത് നടക്കുമെന്ന് ഈ രാത്രി ദൈവം സ്വപ്നത്തിൽ സംസാരിക്കും. അങ്ങനെ ഞാൻ കണ്ട സ്വപ്നം സംഭവിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവർക്ക് കരമുയർത്താം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് വചനത്തിൽ നിന്നൊരു കാര്യം പറയാം, നിങ്ങൾക്കും ദൈവാത്മാവുണ്ടെന്ന് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി സ്വപ്നം കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ ഞാനൊരു മാർഗം പറയാം. കാണിക്കാൻ എന്നെ കൊണ്ട് പറ്റുകയില്ല, മാർഗം പറയാം. 119-ാം സങ്കീർത്തനം എടുക്കാം. അതിന്റെ 62-ാമത്തെ വാക്യം. നിന്റെ നീതിയുള്ള ന്യായവിധികൾക്ക് ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേക്കുമെന്ന. അപ്പൊ സ്വപ്നം കാണാൻ എപ്പോ എഴുന്നേക്കണം? ഇവിടെ പിന്നെ അർദ്ധരാത്രി കഴിഞ്ഞാണല്ലോ കിടക്കാൻ പോണത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എപ്പോ എഴുന്നേക്കണം? അർദ്ധരാത്രിയിൽ എഴുന്നേക്കണം. എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണം? ആമേൻ. 1 മണിക്കൂർ കുറയാതെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് നീ ആ കട്ടിലിന്റെ തലക്കിലോട്ട് തലചായ്ച്ച് കിടക്കുമ്പോൾ ആമേൻ തണുപ്പിന്റെ ഊഷ്മളത നിന്റെ ശരീരത്തോട് പറ്റിച്ചേരുന്ന സമയത്ത് ചെറിയൊരു മയക്കം വരും. ആ സമയത്ത് നാളെ എന്ത് നടക്കുമെന്ന് ഇന്ന് രാത്രി ദൈവം സ്വപ്നത്തിൽ സംസാരിക്കും. ഇന്ന് രാത്രി ദൈവം മനസ്സു തുറന്ന് നിന്നെ അനുഗ്രഹിക്കാൻ ശക്തനാ. ഒരു കാര്യം ഈ രാത്രി നിങ്ങളോട് പരസ്യമായി പറയാം, ഈ കുവൈറ്റിൽ നിന്നെ കൊണ്ടുവന്ന സമയം മുതൽ ഇതുവരെ ദൈവത്തിന്റെ മനസ്സിലിരിപ്പ് വെളിപ്പെടുത്തിയെങ്കിൽ നാളെ പിശാചിന്റെ മനസ്സിലിരിപ്പ് നടക്കത്തില്ല. പിശാചിനെ സേവിക്കുന്നവരുടെ മനസ്സിലിരിപ്പ് നടക്കത്തില്ല. നിന്റെ തകർച്ച കാണാൻ കച്ചകെട്ടി നടക്കുന്ന ചിലരുടെ മനസ്സിലിരിപ്പ് പൊളിക്കാൻ ഈ രാത്രി ഈ ദൂതിന്റെ ശക്തി നിനക്ക് വേണ്ടി ദേശത്ത് വ്യാപരിക്കുമെന്ന് ആത്മമണ്ഡലത്തിൽ പരിശുദ്ധാത്മാവ് ആധികാരികമായി സഭയെ നോക്കി ഒരുപോലെ വിളിച്ചു പറയുകയാ. ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യന്റെ മനസ്സിലിരിപ്പ് നടക്കത്തില്ല, ദൈവത്തിന്റെ മനസ്സിലിരിപ്പേ നടക്കത്തുള്ളൂ. ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യം ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ജനിച്ചതൊരു ക്രിസ്തീയ കുടുംബത്തിലാണ്. എൻ്റെ അപ്പൻ മരിച്ചു, അമ്മയും മരിച്ചു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആദ്യം വിശ്വാസി പറഞ്ഞ അമ്മയാ. 42 വർഷം മരുന്നെടുക്കാതെ മരണം വരെ രോഗസൗഖ്യത്തിൽ വിശ്വസിച്ച് മരിച്ച ആളാണ് എൻ്റെ അമ്മ. ഏതസുഖം വന്നാലും മരുന്ന് കഴിക്കത്തില്ല. സഭയായിട്ട് വീട്ടിൽ പ്രാർത്ഥന വെക്കും. ആ പ്രാർത്ഥനയിൽ അമ്മയെ ദൈവം സൗഖ്യമാക്കും. 2017 ജൂൺ മാസത്തിൽ അമ്മയുടെ ശരീരം നീര് വെച്ച് വീങ്ങി, വയറിളക്കം തുടങ്ങി, ഛർദിൽ തുടങ്ങി, രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി. നാട്ടുകാർ പറഞ്ഞു, നീ നിന്റെ അമ്മയെ പ്രാർത്ഥിച്ചു കൊല്ലാനിട്ടെക്കുക, നീ അമ്മയെ ആശുപത്രി കൊണ്ടുപോകുന്നുണ്ട്, അത് ഞങ്ങൾ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു, അമ്മ മരുന്നെടുക്കില്ല, അത് ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ല. നിനക്ക് അമ്മയെ ആശുപത്രി കൊണ്ടുപോകാൻ പറ്റത്തില്ലെങ്കിൽ നാട്ടുകാരെ ഞങ്ങൾ പിരിവിട്ട് കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു, നിങ്ങൾ അമ്മയെ ആശുപത്രി കൊണ്ടുപോകുന്നതിന് എനിക്ക് തടസ്സമില്ല, പക്ഷെ ഒരു കാര്യം, ആദ്യം അമ്മയുടെ അനുവാദം മേടിക്കണം. നാട്ടുകാർ അമ്മയുടെ അനുവാദം ചോദിച്ചു. അമ്മയുടെ മറുപടി, ഞാൻ 42 വർഷം ഒരു മരുന്നും കഴിച്ചിട്ടില്ല, പല രോഗങ്ങൾ എനിക്ക് വന്നപ്പോഴൊക്കെ ദൈവം എന്നെ സൗഖ്യമാക്കി, ഇപ്പോഴും ദൈവം എന്നെ സൗഖ്യമാക്കുന്നെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കട്ടെ, ഇല്ലെങ്കിൽ ഞാൻ മരിക്കട്ടെ. രണ്ടായാലും നിങ്ങൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. നാട്ടുകാർ പിൻവാങ്ങി, വീട്ടിൽ പ്രാർത്ഥന വെച്ചു. ആ പ്രാർത്ഥനയിൽ അമ്മയെ സൗഖ്യമാക്കാനല്ലായിരുന്നു ദൈവ ഇഷ്ടം, നിത്യതയിൽ ചേർക്കാനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ വീട്ടിൽ
ആദ്യം വിശ്വാസത്തിൽ വന്ന അമ്മയാ, പിന്നാലെ അപ്പൻ. എന്റെ അപ്പൻ 18-ാമത്തെ വയസ്സ് മുതൽ പള്ളിയിലെ കപ്പ്യാരായിരുന്നു, 2 പള്ളിയിൽ അച്ഛന്റെ കുശനിക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ പള്ളിയോടും പട്ടക്കാരനോടും സ്നേഹവും ബഹുമാനവും ആദരവും ഭയവും ഉണ്ടായിരുന്ന ആളാണ് ഞങ്ങളുടെ അപ്പൻ. ഞങ്ങൾക്ക് വകതിരിവായ പ്രായത്തിൽ ഞങ്ങളുടെ അപ്പൻ പറയും, എടാ മക്കളെ, നിങ്ങളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പട്ടക്കാരെ ആരെയും തന്നെ കരയിപ്പിക്കരുത്. കരയിപ്പിച്ച നിങ്ങൾക്കും നിങ്ങളുടെ സന്തതിക്കും അത് കേടാ. പെന്തിക്കോസിലേക്ക് വന്നപ്പോൾ അപ്പം പറഞ്ഞു, അമ്മേ മക്കളെ, നിങ്ങൾ ദൈവദാസന്മാരാ, പലയിടത്ത് പോയി പ്രസംഗിക്കുന്നവരാ. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒറ്റ ദൈവദാസന്മാരെയും കരയിപ്പിക്കരുത്. കരയിപ്പിച്ച നിങ്ങൾക്കും നിങ്ങളുടെ സന്തതിക്കും അത് കേടാ. കൃപയാൽ ഈ പുസ്തകം തലേ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഞങ്ങൾ നിമിത്തം ഒറ്റ പാഷന്മാരും കരഞ്ഞിട്ടില്ല, ഒരു പാഷന്മാരെയും കരയിപ്പിക്കാൻ ഞങ്ങൾ കൂട്ടുനിന്നിട്ടില്ല. ഒറ്റ പാഷന്മാരുടെ കണ്ണുനീര് ഞങ്ങളുടെ തലയിലില്ല, ഞങ്ങളുടെ തലമുറയ്ക്കുമില്ല. ദൈവത്തിന്റെ അഭിഷക്തന്മാരെ നീ കരയിപ്പിക്കരുത്. ദൈവം നിന്നെ അടിക്കും, നിന്റെ അന്തതി അടിക്കും. നീ ഏത് പ്രവാചകനെ രഹസ്യത്തിൽ വീട്ടിൽ വിളിച്ചു വരുത്തി തലേ കൈ വെച്ച് തേങ്ങാ പിരിക്കുന്നതാണെങ്കിൽ പിരിച്ചാലും നിന്റെ പടലികളെ പിടിവിടാമെന്നല്ലാതെ നിനക്ക് പിരിയിളകാമെന്നല്ലാതെ ജീവിതത്തിൽ വിടുതൽ കിട്ടുകയില്ല. ശരിക്കും പറയാം, ഞങ്ങളുടെ വീട്ടുകാരെല്ലാം പെന്തിക്കോസിൽ പോയപ്പോൾ ഡേവിഡ് ആകുന്ന ഞാൻ പെന്തിക്കോസിനെ ഉപദ്രവിച്ചവനാ, പെന്തിക്കോസിന് ദ്രോഹം ചെയ്തവനാ. ഞായറാഴ്ച പള്ളി കുർബാന കഴിഞ്ഞ് ഇടവകയിലെ യോജനകൾ കൂട്ടി എന്റെ അപ്പനും അമ്മയും ആരാധിക്കുന്ന ചർച്ചക്കോടിന്റെ ഹോളിനകത്ത് കയറി നിന്ന് പാരടിപ്പാട്ടും പൂരപ്പാട്ടും പാടി പാട്ടയും ബക്കറ്റ് പഠിച്ച് സഭായോഗം അലങ്കോലപ്പെടുത്തി ഹോള് പൊട്ടിച്ചവനാ. ഏത് വീട്ടിൽ പ്രാർത്ഥന നടത്തിയാലും അവിടെ പാട്ടയും ബക്കറ്റ് പാടിയില്ല, തെറിപ്പാട്ട് പാടുക. എവിടെ പരസ്യം നടത്തിയാലും മൈക്ക് പിടിച്ച് മേടിച്ച് തെറിപ്പാട്ട് പാടുക. ഈ മാർഗത്തിന് ഏറ്റവും ദോഷം ചെയ്തവനാ ഡേവിഡ്. അങ്ങനെ പോകുമ്പോൾ എന്റെ അപ്പം പറഞ്ഞു, നീ ഉപദ്രവിക്കുന്നത് ഞങ്ങളെയല്ല, നീ ഉപദ്രവിക്കുന്ന ദൈവത്തെയാ. ദൈവത്തിന്റെ കൈ നിന്റെ മേൽ ഭാരമായി വീഴാതിരിക്കാൻ നീ സൂക്ഷിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ നിൽക്കുന്നത് സത്യസഭയില. നിങ്ങൾ സഭ വിട്ട് തുള്ളാനും പാടാനും പെന്തിക്കോസിൽ പോയി, നിങ്ങൾക്ക് ദോഷം വരാതിരിക്കാൻ സൂക്ഷിച്ചോണം. എനിക്കൊരു കുഴപ്പം വരില്ല. ഞാൻ മിടുമിടുക്കനായി മുൻപോട്ട് പോയി, പക്ഷെ ദൈവത്തിന്റെ കൈ എന്റെ മേൽ ഭാരമായി വീണു. ഞാനൊരു രോഗിയായി മാറി. അങ്ങനെയാണ് ഈ പുസ്തകം എടുക്കാൻ കാരണം. രോഗം ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ പുണ്ണുപിടിച്ചു. ആമേ ശരീരം മുഴുവനും പഴുത്തളഞ്ഞു. കണ്ണിന്റെ വെള്ളയിലും കൃഷ്ണമണിയിൽ ഒഴിച്ച് കൺപോളയടക്കം വ്രണമായി. നിൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, നടക്കാൻ വയ്യ. പായിലും ബെഡിലും ബെഡ്ഷീറ്റിലും കിടത്താൻ കഴിയാതെ വാഴയില വെട്ടി മുറ്റത്ത് വെയിലത്തിട്ട് വാട്ടിയ വാഴയില എന്നെ കിടത്തിരിക്കുമ്പോൾ എന്റെ അമ്മച്ചന്മാര് എന്റെ അമ്മയോട് പറഞ്ഞു, ചേച്ചി, നിങ്ങൾ സഭ വിട്ട് പെന്തിക്കോസി തുള്ളാനും പാടാനും പോയതാ, ചെറുക്കിന് ഇത് വരാൻ കാര്യം. ഞങ്ങൾ അവനെ കൊണ്ടുപോയി സൗഖ്യമാക്കി തിരിച്ചു കൊണ്ടുവന്നാൽ നിങ്ങൾ സഭയിലേക്ക് മടങ്ങി വരുമോ? എന്റെ അമ്മച്ചന്മാര് ആമേൻ അത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, കൊണ്ടുപോയി സൗഖ്യമാക്കി കാണിക്ക്, അന്ന് ഞങ്ങൾ സഭയിലേക്ക് മടങ്ങി വരും. എന്റെ അമ്മച്ചന്മാർ എന്നെ കൊണ്ടുപോയി ഇളയ അമ്മച്ചൻ ഫിലിപ്പിന്റെ വീട്ടിലിട്ട് 7 ദിവസം മുന്തിയ മന്ത്രവാദിയെ വിളിച്ചു വരുത്തി പണം അമ്മയെ മന്ത്രവാദം ചെയ്ത് പണം മുടക്കി. പക്ഷെ രക്ഷപ്പെട്ടില്ല, വീട്ടിൽ കൊണ്ട് തള്ളി. അന്ന് എന്റെ അപ്പൻ ചോദിച്ച്, പ്രാർത്ഥന വെക്കട്ടടാ. ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടും സ്വാമിയെ പഴുത്തളഞ്ഞ ശരീരത്തിൽ നിന്ന് വരുന്ന പഴുപ്പും ചലവും ദുർഗന്ധവും വേദനയും നീറ്റലും സഹിക്കാൻ വയ്യാതെ ഞാൻ തലയാട്ടി. അത് മതിയായിരുന്ന അപ്പൻ ഹോളിലോട്ടോടിയിട്ട് പാസ്റ്ററോട് പറഞ്ഞു, അവൻ തലയാട്ടി സമ്മതിച്ചിട്ടുണ്ട് പാസ്റ്ററെ, നാളെ മുതൽ വീട്ടിൽ പ്രാർത്ഥന വെക്കണം. പിറ്റേന്ന് മുതൽ വീട്ടിൽ പ്രാർത്ഥന വെച്ചു. ആ പ്രാർത്ഥനയിൽ ദൈവം അവനെ സൗഖ്യമാക്കി. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, പെന്തിക്കോസുകാര് പറയുന്ന ഭാഷ ചുമ്മാ പറയുന്നതല്ല, അതിനകത്ത് സൗഖ്യമാക്കുന്ന ഒരു ശക്തി മറഞ്ഞിരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ പുസ്തകം എടുത്തുകൊണ്ട് ഞാൻ മുളക്കര ദൈവസഭയുടെ ബൈബിൾ കോളേജിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ അക്ഷരാഭ്യാസം ഇല്ലാത്തവനാ, എഴുതാനും വായിക്കാനും അറിയില്ല. എന്റെ അപ്പൻ പള്ളിയിലെ കപ്പ്യാര്, പള്ളിവക സ്കൂളാ. സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ, ഇടവക വികാരിയാകുന്ന പള്ളിയിലെ അച്ഛൻ. അതുകൊണ്ട് തന്നെ കപ്പ്യാരുടെ മകനാകുന്ന എനിക്ക് അക്ഷരം പഠിക്കാതെ 10ാം ക്ലാസ് വരെ പോകാൻ ഭാഗ്യം കിട്ടി. ക്ലാസ് ടീച്ചർ പറഞ്ഞ, അച്ഛോ, നമ്മുടെ കപ്പ്യാരപ്പച്ചന്റെ അവൻ ഡേവിഡില്ലേ, അവൻ ഒറ്റ മാർക്കില്ലച്ചോ, അവനെ അടുത്ത ക്ലാസ്സിലോട്ട് വെക്കണോ? അച്ഛൻ പറഞ്ഞ്, കപ്പ്യാരുടെ മോനെ അത് ഒപ്പിക്കാനൊക്കെ അതിൽ വെക്കാൻ പറഞ്ഞു. അങ്ങനെ വെച്ചതാ. 10ാം ക്ലാസ് വരെ പോയി, എഴുതാനും വായിക്കാനും അറിയത്തില്ല. ഞാൻ മുളക്കര പഠിക്കാൻ ചെല്ലുമ്പോൾ PAB സാം സാർ ഓവർസിയറും അന്ന് എഡ്യൂക്കേഷൻ ഡയറക്ടർ KC ജോൺ സാറാ. KC ജോൺ സാറിന്റെ ഒരു നിർബന്ധം, ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാ സ്റ്റുഡൻസും 7 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവകൃപ പ്രാപിച്ചിട്ട് വചനം പഠിച്ചാൽ മതി. 7 ദിവസം 7 പ്രവാചകന്മാരെ വിളിച്ചു. ഞാൻ പ്രവാചക ദൂത് വിശ്വസിക്കുന്നയാളാ. അതിലൊരു പ്രവാചകൻ കായംകുളംകാരൻ വർഗീസ് ബേബി. അദ്ദേഹം വന്ന മുളക്കഴിയുടെ പഴയ ചാപ്പലിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ 80ഓളം കുട്ടികളുടെ നടുവിലിരിക്കുന്ന എന്നെ നോക്കി വെല്ലുണ്ടി പറഞ്ഞ്, നീ എഴുത്തുകാരൻ എന്ന നിലയിൽ അറിയപ്പെടും. ഞാൻ ചിരിച്ചു കാണിച്ചു കാണാൻ എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. യോഗം കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ദൂത് തെറ്റാ. പുള്ളി വെച്ച്, എന്താ കാര്യം? എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല, പിന്നെ ഞാൻ എങ്ങനെ എഴുത്തുകാരനാകും? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നോട് ദൈവത്തിന്റെ ദൂതാ പറഞ്ഞേ, നിനക്ക് ഇഷ്ടമുണ്ടോ നീ എടുത്താൽ മതി, ഇല്ല നീ കളഞ്ഞേക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, 2000 പറഞ്ഞതല്ലേ, കളയുന്നില്ല, എടുക്കുക, എടുത്താ നിനക്ക് ഗുണമാണെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തത് ആ ദൂത് നിവർത്തിക്കപ്പെട്ടു. എഴുത്തും വായന അറിയത്തില്ലായിരുന്നു, പക്ഷെ 150-ൽ പരം പാട്ടുകൾ എഴുതി സംഗീതം ചെയ്തു. ക്രൈസ്തവകോളം പാടുന്നു. ഇപ്പോൾ എഴുന്നേറ്റപ്പോൾ പാടാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പാടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. 150-ൽ പരം പാട്ടുകൾ എഴുതി സംഗീതം ചെയ്തു.
2 എഴുത്തും വായന അറിയത്തില്ലായിരുന്നു. പക്ഷെ എന്റെ കൈ കൊണ്ട് പുസ്തകം ദൈവം 4 എഴുതിച്ചു. 3 എഴുത്തും വായന അറിയത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ പ്രസംഗിക്കുന്നിടത്ത് ഈ പുസ്തകം ആരെയും വായിപ്പിക്കാറില്ല. ഇത് മൊത്തം കാണാപ്പാഠം പഠിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ വായിച്ചോളാം, നിങ്ങൾ നോക്കിക്കൊണ്ടാ മതി. ഇത് മൊത്തം തമ്പുരാൻ കാണാപ്പാഠം പഠിപ്പിച്ചു. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് ഈ പുസ്തകം എടുത്ത് ലോകത്തിന്റെ 14 രാജ്യങ്ങളിൽ പ്രസംഗിച്ചു. വിദ്യാഭ്യാസം കൊണ്ടല്ല, അഭിഷേകം തലത് വന്നതുകൊണ്ട്. ഇവിടെ വിദ്യാഭ്യാസമല്ല വിഷയം, അഭിഷേകം തലേ വന്ന നിന്റെ സ്ഥിതി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്റെ കൂടെ പഠിച്ചത് അനീഷ് ഏലപ്പാറ, രാജേഷ് ഏലപ്പാറ, ചച്ചക്കോടിന്റെ ഇപ്പോഴത്തെ കൗൺസിൽ അംഗങ്ങളായിരിക്കുന്ന ജെറാൾഡ്, ലൈജു, ഞങ്ങളെല്ലാം ഒന്നിച്ച് പഠിച്ചു. ഇവന്മാർക്കെല്ലാം സർട്ടിഫിക്കറ്റ് കിട്ടി, എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നില്ല. ചച്ചക്കോടിന്റെ മുൻ ഓവർസിയറായിരിക്കുന്ന ശീശു തോമസ് സാർ അമേരിക്കയിൽ ചച്ചക്കോടിന്റെ ഭാഷയായിരിക്കുമ്പോൾ മാസത്തിൽ 2 തവണ എന്നെ വിളിക്കും, ഫോണിലൂടെ പ്രാർത്ഥിക്കും. അങ്ങനെ 2013 ഞാൻ പറഞ്ഞു, സാറേ എന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. ഡേവിടെ നിന്നെ ഞാനവിടെ പഠിച്ചു, നിനക്ക് സർട്ടിഫിക്കറ്റ് തന്നെ. ഞാൻ പറഞ്ഞു സർട്ടിഫിക്കറ്റ് തരുന്നില്ല. അതെന്താ? ഞാൻ പറഞ്ഞു തരികയില്ല. ഞാൻ വിളിച്ച് പറയാം, നീ പോയി മേടിച്ചോളാൻ പറഞ്ഞു. കഴിഞ്ഞ ഇടവരെ ഇവിടെ ഉണ്ടായിരുന്നു സുജു ജോൺ സാർ അന്ന് മുളക്കടയിൽ ബൈബിൾ കോളേജിന്റെ ഡീനായിട്ടിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടു. ഞാൻ പറഞ്ഞു, സാർ എന്റെ സർട്ടിഫിക്കറ്റ് വന്നാ, നിന്റെ പേരെന്നാ? പേര് പറഞ്ഞു. പഠിച്ച വർഷം പറഞ്ഞു. രജിസ്റ്റർ എടുത്തുകൊണ്ട് വന്ന് മാർക്ക് ലിസ്റ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞു. രജിസ്റ്റർ എടുത്തുകൊണ്ട് വന്ന് മാർക്ക് ലിസ്റ്റ് നോക്കി. നല്ല മാർക്കാ. കൊരിന്ത്യർ ലേഖനത്തിൽ മൊട്ട, തിയോളജിക്ക് മൊട്ട, പഠിപ്പിച്ചനല്ല വട്ടത്തി മൊട്ട. നീ പോയി തീസിസ് എഴുതിക്കൊണ്ട് പാടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശീശു തോമസ് സാറ് പറഞ്ഞില്ലേ, ആ സാറ് പറഞ്ഞുകൊണ്ട് തരുമോ, അപ്പൊ കൊണ്ടുപോകോളാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇപ്പൊ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് 9 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോഴാ ഒരുത്തം വന്നിട്ട് പറഞ്ഞു, നീ എഴുത്തുകാരൻ എന്ന നിലയിൽ അറിയപ്പെടും. ദൈവം സർവശക്തനാ. Praise the Lord. ഞാൻ 2018 മസ്കറ്റിൽ 45 ദിവസം ഒറ്റ സഭയുടെ യോഗത്തിൽ പ്രസംഗിച്ചു, രാവും പകലും. തലവടി കുഞ്ഞോൻ പാസ്റ്ററുടെ CFI എന്ന് പറയുന്ന ചർച്ചിൽ. അപ്പോൾ എന്നെ കൊണ്ടുപോയത് കുമ്പനാടുകാരൻ ചച്ചക്കൂടുകാരൻ തമ്പിച്ചാനാ. പകലത്തെ യോഗം കഴിഞ്ഞിരിക്കുമ്പോൾ തമ്പിച്ചാൻ പറഞ്ഞു, നമുക്കിവിടെ അറബിയുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോകണം. ഞാൻ പറഞ്ഞപ്പോൾ കളയാം, കാർ റെഡി. വാര്യാവനും വാര്യാവരും ഐപ്പിച്ചു കൊടുക്കുന്ന സന്തോഷ് പിലിപ്പച്ചാന്റെ കാറിൽ അറബിയുടെ വീട്ടിലോട്ട് പോകുന്നത്. യാത്ര മധ്യേ തമ്പിച്ചാൻ പറഞ്ഞു, നമ്മൾ പോകുന്നത് കാട്ടറബിയുടെ വീട്ടിലോട്ടല്ല. ഞാൻ ചോദിച്ചു, പിന്നെ ഒമാൻ രാജാവിന്റെ സുരക്ഷാ ചുമതലയുടെ തലവനായിരിക്കുന്ന അറബിയുടെ വീട്ടിലോട്ട്. രാജാവ് എവിടെ പോയാലും രാജാവിന്റെ സെക്യൂരിറ്റി വിങ്ങിന്റെ തലവനാകുന്ന അറബിയുടെ വീട്ടിലോട്ട് ഒരു വലിയ കൊട്ടാരത്തിന്റെ മുമ്പിൽ കൊണ്ട് വണ്ടി നിർത്തി. വീടെന്നതിനെ വിശേഷിപ്പിക്കാനൊക്കെ ഇല്ല. ഞാൻ ഇറങ്ങി, തമ്പിച്ചാൻ ഇറങ്ങി, സന്തോഷ് പിലിപ്പിച്ചാൻ ഇറങ്ങി. കുറച്ചു നേരമായി ഒരു വീടിനകത്തൂടെ നടക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തമ്പിച്ചാനോട് ചോദിച്ചത്, എവിടെ കൊണ്ടുപോവാ? എന്നെ കൊല്ലാൻ കൊണ്ടുപോകണോ? അറബിക്ക് എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലേ, അവൻ എന്നെ പിടിച്ചകത്താക്കും. എന്നെ കണ്ട കാട്ടറബിയെ പോലെ ഇരിക്കുന്ന അതാ കുഴപ്പം. അവനാണ് നല്ല ഗോതമ്പ് പോലെ ഒന്നിരിക്കുക. തമ്പിച്ചാൻ പറഞ്ഞു, ഭാഷേ തമ്പിയാ വിളിക്കുന്ന, അറബി ഒന്നും ചെയ്യത്തില്ല, വാ കയറി എന്ന് പറഞ്ഞു. കയറി ചെല്ലുമ്പോൾ ഒരു മുറിക്കകത്ത് 2 അറബികൾ കുത്തിയിരിപ്പുണ്ട്. ഒരുത്തനാണ്ട് നീണ്ടു നിവർന്ന് മലർന്നു കിടക്കുക. രാജാവിന്റെ സുരക്ഷാ ചുമതലയുടെ തലവനാ. പക്ഷെ അവൻ തളർന്നു കിടക്കുക. തലങ്ങളകൾ അടുക്കി വെച്ച് 2 കാലും അതിന്റെ പുറത്ത് പൊക്കി വെച്ച് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആട്ട നനച്ച് കുഴച്ച് പ്ലാസ്റ്റർ ഇട്ടതുപോലെ അവന് 2 കാലും പൊതിഞ്ഞു വെച്ചിരിക്കുക. ആരെങ്കിലും 2 പേര് താങ്ങി പിടിച്ച് എഴുന്നേറ്റ് നിർത്തിയാൽ നീക്കും, ഇല്ല കൈവിട്ടാ താഴെ പോകും. തളർന്നു കിടക്കുക. അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നതാ. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, പക്ഷേ ഇവന്റെ കാലെ ആട്ട പറിച്ചു കളയണം. ഞാനും സന്തോഷ് പിലിപ്പിച്ചാനും കൂടെ അവന്റെ കാലെ ആട്ട പറിച്ചു കളഞ്ഞ് ഞാൻ പറഞ്ഞു, തമ്പിച്ച വെളിച്ചെണ്ണ കൊണ്ടുവരാൻ പറഞ്ഞു. തമ്പിച്ചൻ അറബിയിൽ എന്തോ പറഞ്ഞു. ഒരു അറബി ഭാരച്ചൂട്ടിന്റെ വെളിച്ചെണ്ണ കൊണ്ടുവന്നു. ഞാൻ അതിന്റെ കയ്യിലോട്ട് പൊട്ടിച്ചൊടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആദ്യം അന്യഭാഷ പറഞ്ഞു, പിന്നെ ഭാഷ മാറി അറബി സംസാരിക്കാൻ തുടങ്ങി. കുറെ അറബിയിൽ സംസാരിച്ചിട്ട് അവന്റെ കാലിലോട്ട് തേച്ച് തിരികയും അവൻ ചാടി എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. അവൻ ആ വീട്ടിൽ കൂടെ ഓടി, പിന്നെ അവൻ റോഡിൽ കൂടെ ഓടി. എന്നിട്ട് അവൻ പറഞ്ഞു, എനിക്ക് നിന്റെ വീട്ടിൽ വരണമെന്ന്. എന്റെ വീട്ടിൽ നാട്ടുകാർ നോക്കി നിൽക്കുമ്പോ അറബി 2 പ്രാവശ്യം മേപ്രാലെ എന്റെ വീട്ടിൽ വന്നു. ഈ അറബി തമ്പിച്ചാനോട് ഒരു ചോദ്യം ചോദിച്ചു, ഈ മനുഷ്യൻ അറബി അറിയാമോ? തമ്പിച്ചാൻ പറഞ്ഞു, മലയാളം അല്ലാതെ മറ്റൊരക്ഷരം അറിയില്ല. ഉടനെ അറബി പറഞ്ഞു, ഇവൻ അറബിയിൽ എന്റെ എല്ലാ കാര്യവും എന്നോട് പറഞ്ഞു കഴിഞ്ഞു, അവനോട് എന്തോ വേണമെന്ന് ചോദിക്കാൻ പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. തമ്പിച്ചാനെ പറഞ്ഞു, ഭാഷ അറബി ചോദിക്കുന്ന എന്തോ വേണം? ഞാൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. ഉടനെ അറബി പറഞ്ഞു, നീ ഒമാൻ രാജാവിന്റെ ഗസ്റ്റാ, നിനക്ക് ഒമാൻ രാജാവിന്റെ ദിവാന്റെ വിസ ഫ്രീയാ. 2 നിനക്ക് ഒമാൻ എയറിന്റെ ടിക്കറ്റ് ഫ്രീ. നിനക്കെന്ന് വേണേലും ഒമാനിൽ വരാം, എപ്പം വേണേലും പോകാം, 10 പൈസ ചെലവില്ല. ഇനി എന്ന് നിനക്ക് ഒമാനിൽ ഒരു സഭ തുടങ്ങണം, എന്റെ വീട്ടിൽ നിനക്ക് സഭ ആരംഭിക്കാം. അന്ന് ഞാനൊരു കാഴ്ച കണ്ടു. ഒരു അറബി മുട്ടയിൽ നിന്ന് കരങ്ങളടിച്ച് ഞങ്ങളോടുകൂടെ ജീസസ് എന്ന് പറഞ്ഞ ദൈവത്തെ ആരാധിക്കുന്ന കാഴ്ച. ഇന്ന് രാത്രി വിദ്യാഭ്യാസമല്ല വിഷയം, അഭിഷേകം തന്നെ വന്ന സ്ഥിതി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഒരുവന് ജ്ഞാനം കുറവായ ജ്ഞാനം കൊടുക്കുന്നവൻ സ്വർഗത്തിലുണ്ട്. അവനെ കൃപയ്ക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്.
നിങ്ങൾക്ക് എൻ്റെ പ്രസംഗം എല്ലാം പവർ വിഷനിൽ കാണാം. ഇടയ്ക്ക് ഞാൻ പവർ വിഷനിൽ പ്രസംഗിക്കാൻ വരും. എൻ്റെ പേര് പവർ വിഷനിൽ അടിച്ചാൽ മതി, എൻ്റെ പ്രസംഗം വരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സാധാരണ എല്ലാവരും അങ്ങോട്ട് പൈസ കൊടുത്ത് പ്രസംഗിക്കുമ്പോൾ അവരെനിക്ക് ഇങ്ങോട്ട് പൈസ തന്ന് പ്രസംഗിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വിദ്യാഭ്യാസം കൊണ്ടല്ല, അഭിഷേകം തലേ വന്നതുകൊണ്ട്. ആമേൻ. ഇന്ന് രാത്രി ഞാൻ നിർത്തുക. ആമേൻ. ഹല്ലേലൂയ. ഈ ദൈവം സർവശക്തൻ. ആമേൻ. ഇവനെ പോലെ വലിയവൻ ആരുമില്ല. അവൻ ഒരുത്തനെ മനസ്സ് തുറന്ന് അനുഗ്രഹിച്ചാൽ അനുഗ്രഹിച്ചതാ. അവൻ ഒരുത്തനെ മനസ്സ് തുറന്ന് മാനിച്ചതാ. അവൻ മാനിപ്പാൻ വിശ്വസ്തനാണ്. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞാൻ തിരുവല്ലയിലെ എൻ്റെ വീട് മേപ്രാൽ, ആ മേഖലയിലൂയ ഞാൻ ചർച്ചക്കൂടിൻ്റെ സഭാ ശുശ്രൂഷകനായി അടിമാലി മുരിക്കാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് സഭാ ശുശ്രൂഷയിലായിരിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും 142 കിലോമീറ്റർ അങ്ങോട്ട് വണ്ടി ഓടിച്ച് തിരിച്ചിങ്ങോട്ടും 142 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ആ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. ആ മേഖലയിൽ ഒരു വലിയ സഭയൊന്നുമില്ല. വെറും 4 കുടുംബമേ ഉള്ളൂ. എങ്കിലും ദൈവമായ കർത്താവ് ആ സഭയെയും അവിടുത്തെ പ്രവർത്തനങ്ങളെയും നടത്തുന്നു. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. എനിക്ക് ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. മോനെ റേഡിയോളജി കഴിഞ്ഞ് ബോംബെ താനെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. മോള് +2 പഠിക്കുന്നു. ഓർത്ത് പ്രാർത്ഥിക്കുക. എനിക്ക് ഈ അവസരം ഒരുക്കുവാൻ എന്നെ പരിചയപ്പെടുത്തിയ പ്രിയ മോസസ് അച്ചാനോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സമയം എനിക്ക് അനുവദിച്ച ക്രിസ്തുവിന്റെ ഭടനായിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷത്തിനോടും ഈ സഭയോടുമുള്ള എന്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. ഈ തിരുവെഴുത്തുകളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ രഥം എന്നും എന്നേക്കും ജയം.